ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പെൺകുട്ടി ലീഗലി ഒരു പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ വാർത്ത പറയുന്നത് പോലും ഒരു പെണ്ണാണ് എന്നുള്ളതാണ് അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു പെൺകുട്ടി ഏത് സാഹചര്യത്തിലായിരിക്കും ഒരാൾക്കെതിരെ, അത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് ഒരാൾക്കെതിരെ ഒരു കാര്യം പുറത്ത് മൂന്നാമതൊരാളോട് പറയുക എന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഒരു ഘട്ടത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത്? പണ്ടാണ് വിജേഷേ ഒരു പെണ്ണിന് കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്. ഇപ്പം പെണ്ണ് തന്നെയാണ് പെണ്ണിന് ശത്രു എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയിൽ ഒരു സ്ത്രീ പറയുന്നത്, സ്ത്രീ അവർ മാധ്യമപ്രവർത്തകയാണോ എന്ന് എനിക്കറിയില്ല, അവതാരികയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, മാധ്യമപ്രവർത്തനം പഠിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അവർ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്യാണം കഴിക്കാനായി ഈ സ്ത്രീ വ്യാജ ഗർഭം ഉണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിച്ച് അയാളെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേൾക്കുമ്പോൾ ഈ പരാതിക്കാരിയായ അല്ലെങ്കിൽ ഇപ്പോൾ വോയിസ് പുറത്തുവിട്ട ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് എത്രമാത്രമായിരിക്കും. ഗർഭം വ്യാജമാണോ എന്ന് ചോദിച്ചുകൊണ്ട് മറുനാടൻ ഷാജനാണ് ആദ്യം രംഗത്തെത്തിയത്. വ്യാജമല്ല എങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീ രംഗത്ത് വരുന്നില്ല? ആ സ്ത്രീക്ക് രംഗത്ത് വരാൻ അവർക്ക് സമയമാകുമ്പോൾ അവർ വരും. അവരുടെ കയ്യിൽ തെളിവില്ലാതെ അവർ വെറുതെ ഒരു MLA-ക്കെതിരെ പബ്ലിസിറ്റിക്ക് വേണ്ടി അവരിത് ചെയ്യില്ലല്ലോ. പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാനാണെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇത് പിന്നെ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന ഒരാൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർ അത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചതിൻ്റെ പുറത്തായിരിക്കും. അത് മാത്രമല്ല അവരുടെ കയ്യിൽ നിന്നല്ല ഈ വീഡിയോ പുറത്തു പോയത് എന്ന് വരെ ഇപ്പോൾ ചില വാർത്തകൾ വരുന്നുണ്ട്. അവരവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അയച്ച ഒരു ഓഡിയോ ഇത് ഇവരോട് പോലും ചോദിക്കാതെ പുറത്താക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്തോ ആകട്ടെ, അതിൽ അത്തരത്തിൽ ഒരു സുഹൃത്ത് അവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സുഹൃത്തിനെതിരെ അവർ പരാതി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവർ വിശ്വസിച്ചയച്ച ഓഡിയോകൾ എങ്ങനെയാണ് അവരുടെ അനുവാദമില്ലാതെ ചാനലുകൾക്ക് ഇവർ കൈമാറിയത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഈ കൈമാറിയ ആൾ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാസങ്ങളോളം ഈ പെൺകുട്ടിയുമായി ചാറ്റിംഗ് ചെയ്യുന്നു, ഈ പെൺകുട്ടിയുമായി പിന്നെ പല സ്ഥലങ്ങളിലും വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, എന്ത് വന്നാലും നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ പറയുന്നു, ഞാൻ ഒരിക്കലും നിനക്ക് ആക്സസബിൾ ആയിരിക്കില്ല, ഞാൻ എപ്പോഴും തിരക്കുള്ള ഒരു മനുഷ്യനാണ്. ഇയാൾക്ക് ഈ പെണ്ണ് പിടിക്കാൻ പോകാനൊക്കെ നല്ല സമയമുണ്ട്, അതിനൊക്കെയുള്ള കറക്റ്റ് സമയമുണ്ട്. പക്ഷേ കല്യാണം കഴിക്കാൻ ഇയാൾക്ക് സമയമില്ല. കാരണം കാര്യം കഴിഞ്ഞപ്പോൾ ഈ പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് കഴിഞ്ഞപ്പോൾ ഇയാൾ കാല് മാറുന്ന ഒരവസ്ഥ, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുട്ടി ഉണ്ടായാൽ എനിക്ക് ആ കുട്ടിയോടൊപ്പം കളിക്കാനോ ചിരിക്കാനോ ആ കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കാനോ അവസരമുണ്ടാകില്ല, അതുകൊണ്ട് ഈ കുഞ്ഞിനെ കളയണം. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമായിരിക്കാം. കാരണം ആ പെൺകുട്ടിക്ക് മനസ്സിലായി കാണും, ഇയാൾ ഞാൻ വിശ്വസിച്ചതുപോലെ അല്ല, ഒരു ചതിയനാണ്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഇയാളുടെ ഒരു കുഞ്ഞിനെ ചുമന്നാൽ നാളെ ആ കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയ ആളുകൾ ചോദിച്ചാൽ പറയാൻ എനിക്ക് മറുപടിയില്ല. അല്ലെങ്കിൽ പറയേണ്ടി വരുമ്പോൾ അത് സമൂഹം എടുക്കുന്ന രീതി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ ആ പെൺകുട്ടിക്ക് ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവളും ഒരുപക്ഷെ ആ പെൺകുട്ടി അതിൽ പറയുന്നുണ്ട്, ഞാൻ ഈ കുഞ്ഞുമായി മാനസികമായി അടുത്തു തുടങ്ങി. ഇപ്പൊ ഒരു അമ്മയായി മാറിയ ആ പെൺകുട്ടി ആ കുഞ്ഞുമായി അവൾ ഏറെ അടുത്തുപോയി. എന്നിട്ടാണ് അവൾ ആ ഗർഭത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ആളുകൾക്ക് അറിയേണ്ടത്, അവൾ പുറത്തു വരണം, അവളെ രംഗത്ത് കൊണ്ടുവരണം, അവൾ പുറത്തു വന്ന് പരാതി പറയണം, അവളുടെ മുഖം ഒന്ന് ആളുകൾക്ക് കാണണം. അതൊക്കെ ഒരു പ്രത്യേകതരം വൈകൃതമായിട്ടും ഒരു സൈക്കോപാത്തുകളാണ്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന ഞാൻ ശരിയാണോ, ഞാൻ 100% ശരിയാണോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ 100% പെർഫെക്റ്റ് ആണോ, എന്നിട്ട് മാത്രമേ എനിക്കൊരാളെ കുറ്റം പറയാനോ എനിക്കൊരാളെ കുറിച്ച് പരിഹാസമോ ആരോപണമോ പറയാനുള്ള അവകാശമുള്ളൂ എന്നാദ്യം നമ്മൾ ചിന്തിക്കണം. ഞാൻ 100% ശരിയാണോ, എനിക്ക് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് മോശം പറയാൻ ഞാൻ ശരിയാണോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഇനി ഞാൻ 100% പെർഫെക്റ്റ് ആണ് എങ്കിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാനൊരു വിവാഹിതനായ പുരുഷനുമായി എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ അതിൽ കുട്ടികൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് മറ്റു സ്ത്രീകളെ കുറ്റം പറയാം, പരിഹസിക്കാം, ആക്ഷേപിക്കാം. പക്ഷേ ഞാൻ 100% ഈ കാര്യത്തിൽ തെറ്റാണെങ്കിൽ
എനിക്കൊരിക്കലും മറ്റൊരു പെൺകുട്ടിയെ അധിക്ഷേപിക്കാനോ അപഹസിക്കാനോ അവകാശമില്ല. മാത്രമല്ല ആ പെൺകുട്ടി രംഗത്ത് വരണമെന്ന് ഇവിടെ ആർക്കാണ് ഇത്ര നിർബന്ധം? ആ പെൺകുട്ടി രംഗത്ത് വന്നാലും അതിജീവിതയുടെ പേര് പുറത്തു പറയാൻ കഴിയില്ല. ഇരയുടെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ 1.5 വർഷത്തെ തടവാണ് ലഭിക്കാൻ പോകുന്നത്. ആ പെൺകുട്ടി എന്ത് വിശ്വസിച്ചാണ് പുറത്തു വരേണ്ടത്? അവളുടെ ജീവന് വരെ ഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി പോലീസിൽ അവൾ പരാതി നൽകിയെന്ന് വച്ചോ, കേരളത്തിലെ പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളാവോ? ഈ കൊടുക്കുന്ന പരാതിയിൽ ആരെങ്കിലും ഒരാൾ ഇത് ലീക്ക് ചെയ്താൽ, ആ ലീക്ക് ചെയ്തത് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഇത് ലീക്ക് ചെയ്താൽ ആ പെൺകുട്ടിയുടെ സ്വകാര്യതയ്ക്ക് എന്താണ് മറയുള്ളത്? ആ പെൺകുട്ടിയുടെ സ്വകാര്യത പോയില്ലേ? ഇപ്പോ ആ പെൺകുട്ടി ആരാണെന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളിലുള്ളവർക്കറിയാം. ഇപ്പോ നേരത്തെ മറ്റൊരു ചാനലിലെ മാധ്യമ പ്രവർത്തകയ്ക്കും 4 മാസം ഗർഭിണിയായ മാധ്യമ പ്രവർത്തകയെ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നു. ആ പെൺകുട്ടിയെ കുറിച്ച് ചോദിച്ചാലും ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകരിൽ പലർക്കും അറിയാം. എന്തുകൊണ്ടാണ് പുറത്ത് വിടാത്തത് ആ പേരുകൾ? ആ പേരുകൾ പുറത്ത് വിട്ടാൽ ഒരുപക്ഷെ ഇപ്പൊ കിട്ടുന്നതിനേക്കാളും 1000 മടങ്ങ് റീച്ച് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അത് പുറത്ത് വിടാത്തത്? അങ്ങനെ നമുക്ക് റീച്ചല്ല വേണ്ടത്. ഒരു പെൺകുട്ടിയുടെ മാനം പോയിട്ടുണ്ടെങ്കിൽ അവളോടൊപ്പം ചേർത്ത് നിർത്തി അവളെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു സ്ത്രീ തന്നെ ഇരുന്ന് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കല്യാണം കഴിക്കാനായി വ്യാജഗർഭം ഉണ്ടാക്കി. ഈ വ്യാജഗർഭം ഉണ്ടാക്കിയതിന് ഈ പറയുന്ന ആളുകളിൽ തെളിവുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയോട് പറയുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ രംഗത്ത് വന്ന പെൺകുട്ടിയോട് ഞാൻ പറയുകയാണ്, ആ വോയിസ് ഇട്ട പെൺകുട്ടിയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ സ്ത്രീക്കെതിരെ പരാതി നൽകണം, നിങ്ങൾ ആ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ പരാതി നൽകണം. കാരണം വ്യാജ ഗർഭം ഉണ്ടാക്കി നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉയർത്തിയ സ്ത്രീയുടെ കയ്യിൽ തെളിവുണ്ട് എങ്കിൽ ശരി, തെളിവില്ലാതെയാണ് ഇത് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കെതിരെ പരാതി നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇവർ ഈ വലിയ കാര്യത്തിൽ ഇത്തരം വർത്തമാനം പറയുമ്പോൾ ഇവരൊരു കാര്യം ചിന്തിക്കും, ഇവർ ആ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. രാഹുൽ എവിടെയെങ്കിലും അത് നിഷേധിക്കുന്നുണ്ടോ? ഇത് ഓഡിയോ ക്ലിപ്പ് കേട്ടതിന്റെ അല്ല വിജേഷ്, ഇത് വെളുപ്പിക്കാൻ ഇറങ്ങിയതാ. ഇത് രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാൻ ഇറങ്ങിയതാ. പെണ്ണ് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ബസ്സിൽ വെച്ചിട്ട് ഒരാൾ നമ്മളെ അനാവശ്യമായി ഒന്ന് തോണ്ടിയെന്ന് വെച്ചോ, നമ്മൾ അതിൽ പ്രതികരിച്ച് എന്താ ചേട്ടാ കൈ വെറുതെ വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ തൊട്ടടുത്ത നിമിഷം നമുക്കെതിരെ കൈ ഓങ്ങുന്നത്, നമുക്കെതിരെ വാ തുറക്കുന്നത് സ്ത്രീ ആയിരിക്കും. നീ അങ്ങനെ നിന്നോർത്തതുകൊണ്ടല്ലേ അവൻ തോണ്ടിയത്. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന പുരുഷൻ പറയുന്നത് എന്താണ്? എന്താ പ്രശ്നം? എന്താ പെൺകുട്ടികളെ മര്യാദയ്ക്ക് ബസ് യാത്ര ചെയ്യാൻ നിങ്ങൾ അനുവദിക്കില്ലേ? ഇതായിരിക്കും പുരുഷൻ ചോദിക്കുന്നത്. പക്ഷെ സ്ത്രീ ചോദിക്കുന്നത് അവള് നിന്നോർത്തോണ്ടല്ലേ അവളെ തൊണ്ടിയത്, അവൾ അങ്ങനെ തുണി ഇട്ടത് കൊണ്ടല്ലേ അവളെ പിടിക്കാൻ പോയത്, അവള് മാന്യായിട്ടുള്ള തുണി ഇടണമായിരുന്നു. അവനവന്റെ വീട്ടിൽ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മറ്റുള്ളവന്റെ വീട്ടിലിരിക്കുന്നത് കേൾക്കാനും കാണാനും നല്ല രസമായിരിക്കും. ഇപ്പോ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവരനുഭവിക്കുന്ന ഒരു വേദനയും ഒരു ദുഃഖവും, ഒരു മകൻ MLA ആയി വലിയ പദവിയിലെത്തും എന്ന് വിശ്വസിച്ച് ഒരു പെൺകുട്ടി അവന്റെ കൈ പിടിച്ച് വീട്ടിൻ്റെ അകത്ത് കയറി വരുന്നത് കാണാൻ കാത്തിരുന്ന ഒരു അമ്മ, ആ അമ്മ ഇന്ന് അനുഭവിക്കുന്ന വേദന, ബന്ധുക്കളുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ, സമൂഹത്തിനിടയിൽ ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന, അത് നമ്മൾ കാണാതെ പോകില്ല. പക്ഷെ അവർ വളർത്തിയത് കൊണ്ടല്ല ആ മകൻ അങ്ങനെ ആയത്. അവർ ആ മകനെ നല്ലതുപോലെ ആയിരിക്കും വളർത്തിയത്. അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയത്. നമ്മള് മക്കൾ നന്നാവാത്തതിന് അച്ഛനമ്മമാരെ പഴിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. സഹോദരങ്ങളെ, അച്ഛനമ്മമാരെയോ സമൂഹത്തിനെയോ അവന്റെ കൂട്ടുകാരെയോ ഒന്നും പഴിച്ചിട്ട് കാര്യമില്ല. അവൻ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. അതിന് സ്ത്രീയെ മോശപ്പെടുത്തുന്നത് സ്ത്രീകളാകുമ്പോൾ ലേശം ഉളുപ്പ് വേണ്ടേ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നത് മാത്രമാണ്.